ഉമ്മാനെ നിസാരമാക്കിയവൻ, ഇമ്മാനെ മോശാക്കിയവൻ ദുനിയാവെന്ന് അനുഭവിച്ചിട്ടേ മരിച്ചു പോകുള്ളൂ. അനുഭവിക്കുന്നു മാത്രല്ല, ഓൻ അനുഭവിച്ച് നാലാളെ അറിയും കൂടിയും ചെയ്യുന്നുള്ളതാണ്. ഗുരുവിനെ നിസാരമാക്കിയവൻ ദുനിയാവിൽ നിന്ന് അനുഭവിച്ചിട്ടാണ് മരിച്ചു പോവുക. സക്കറാത്തിന്റെ ഹാലത്തിലാണ് യഥാർത്ഥത്തിൽ ഗുരുവിനെ നിസാരമാക്കിയതിന്റെ ബുദ്ധിമുട്ട് തിരിച്ചറിയുക. قال النبي من خفف الأستاذ ثلاث بلوى قد بلت الميزا أولها نسيان ما تعلم منه وفوت الرزق سوء الخاتمة. قال النبي മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിരിക്കുന്നു, മൻ ഖഫഫൽ ഉസ്താദ, ഒരാൾ ഗുരുവിനെ നിസാരമാക്കിയാൽ, സലാസു ബൽവ, 3 ബുദ്ധിമുട്ടുകൾ ഖദ് ബലത്തിൽ മീദ, വിദ്യാർത്ഥി നേരിടേണ്ടി വരും. അവലുഹ, ഒന്നാമത്തേത്, നിസിയാനു മാ തഅല്ലമ മിന്നു, അവനിൽ നിന്ന് പഠിച്ചത് മറന്നു പോകുന്നതാണ്. ഇൽമ മറക്കുക എന്ന് പറഞ്ഞാല് പരീക്ഷയ്ക്ക് എഴുതാൻ കിട്ടാതിരിക്കുക എന്നല്ല. ഓനെന്നേക്കാരൻ ഫസ്റ്റ് ക്ലാസ്, ഓനെന്നേക്കാരൻ റാങ്ക്, ഓനെന്നേക്കാരൻ സ്വർണ്ണ മെഡല്. ഇൽമിന്റെ മറവി എന്ന് പറഞ്ഞാൽ പഠിച്ചത് ജീവിതത്തിൽ ഉപകാരമില്ലാതെ പോകലാണ്. ഇൽമിന്റെ മറവി പരീക്ഷയ്ക്ക് എഴുതാൻ കിട്ടാതിരിക്കലല്ല. നിസിയാനുൽ ഇൽമി എന്ന് പറഞ്ഞാൽ ആവശ്യ നേരത്തെ ഓർമ്മ വരാതിരിക്കലാണ്. അതാണ് നഫ്ഇല്ലാതെ പോവുക എന്ന് പറഞ്ഞത്. ഇൽമൊരാള് മറക്കുക എന്ന് പറഞ്ഞാൽ അത് ആവശ്യ സമയത്ത് ഉപകാരമില്ലാതെ പോകും. ഗുരുവിനെ നിസ്സാരമാക്കിയവനുണ്ടാകുന്ന ഒന്നാം വിപത്താണത്. രണ്ടാമത്തേത് ഫൗത്തുർ റിസ്ഖ്, അന്നം മുട്ടും, ഒജീനം തടയപ്പെടും. ഓൻ സൂപ്പർ മാർക്കറ്റ് തുടങ്ങിയിട്ട് കാര്യം ഉണ്ടാവില്ല. എന്താന്നാവോ, നഷ്ടത്തോട് നഷ്ടാണ്, ഒരു കാരണം പുറത്തം കിട്ടണില്ല എന്ന് പറയും. പുറത്തം കിട്ടായൊന്നുമില്ല, 1ാം ക്ലാസ്സിൽ അതവ് പഠിപ്പിച്ച ഉസ്താദിനെ തെരഞ്ഞു പോയിട്ട് ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ഒരു 100 ഉറുപ്പിക എടുത്താണ്ട് ദ്വാരപ്പിച്ചളാ, മരിച്ചിട്ടുണ്ടെങ്കിൽ കബറങ്ങം പോയിട്ട് ഒരു ഫാത്തിഹ ഓതിക്കളാ, സംഗതി ക്ലിയർ ആവും. ഗുരുവിനെ നിസ്സാരമാക്കിയവന് ഒജീനം തടയപ്പെടും. ഇത് മുത്തുനബി പറഞ്ഞതാ സല്ലല്ലാഹു അലൈഹി വസല്ലം. ജീവിതത്തിന്റെ വഴി തടയപ്പെടും. ഓൻ കുവൈത്ത് പോയിട്ടും കാര്യം ഉണ്ടാവില്ല, ഓൻ ഖത്തർ പോയിട്ടും കാര്യം ഉണ്ടാവില്ല, ബഹ്റൈന് പോയിട്ടും കാര്യം ഉണ്ടാവില്ല, എല്ലായിടത്തും കൂടിയും പോയിട്ടും കാര്യം ഉണ്ടാവില്ല. സംഗതി പോലെ ഇങ്ങനെ തന്നെ മടങ്ങി വരും. ജീവിതത്തിന്റെ വഴി, റിസ്ക് എന്ന് പറഞ്ഞാല് ഭക്ഷണം എന്ന് മാത്രല്ല, റിസ്ക്കിലേക്ക്, ഭക്ഷണത്തിലേക്ക് വഴിവെക്കുന്ന എല്ലാ സാധനവും റിസ്ക്കാണ്. റിസ്ക് എന്ന് പറഞ്ഞാൽ ശരിക്കും ഭക്ഷണമല്ല, ഭക്ഷണത്തിനുള്ള തൗഫീഖിന്റെ പേരാണ് റിസ്ക്. ഭക്ഷണം കഴിക്കാനുള്ള തൗഫീഖിന്റെ പേരാണ് റിസ്ക് എന്ന് പറഞ്ഞത്. തൗഫീഖ് ഉണ്ടെങ്കിൽ ഭക്ഷണം കിട്ടിക്കൊണ്ടിരിക്കും. തൗഫീഖ് ഇല്ലെങ്കിൽ ഗോഡൌൺ നിറയെ അരി ഉണ്ടായിട്ട് ഒരു കാര്യമില്ല. അന്നും വെള്ളം ഇറങ്ങാതെ വാപ്പ 3 മാസമായി ആശുപത്രിയിലാന്ന് കുട്ടികൾ 4 ആളോട് പറയും. എന്നതൊഴിച്ചാൽ ഒരു ഉപകാരം ഉണ്ടാവില്ല. ഗോഡൌണത്തെ അരിയല്ല റിസ്ക് എന്ന് പറഞ്ഞത്. തിന്നാനുള്ള തൗഫീഖ് ആണെങ്കിൽ അത് സമയമാകുമ്പോ തൊള്ളേ കൂടെ അങ്ങനെ പോകും. അതാണ് റിസ്ക് എന്ന് പറഞ്ഞത്. അത് ഗുരുവിനെ നിസ്സാരമാക്കിയവനെ തടയപ്പെടും. മൂന്നാമത്തേത് സൂഉൽ ഖാത്തിമയാണ്, അന്ത്യം ചീത്തയായി മരിക്കുക എന്നതാണ്. ഏത് കാര്യം നമ്മൾ ചെയ്യുമ്പോഴും ആഖിബത്തിനെയാണ് സൂക്ഷിക്കേണ്ടത്. കാരണം മുസ്ലിമായി ജനിക്കുക എന്നതിനേക്കാൾ പ്രധാനമാണ് മുസ്ലിമായി ജീവിക്കൽ. മുസ്ലിമായി ജീവിക്കുക എന്നതിനേക്കാൾ പ്രധാനമാണ് മുസ്ലിമായി മരിക്കുക എന്നത്. മുസ്ലിമായി മരിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതിനെയാണ് ആഖിബത്ത് നന്നാവുക എന്ന് പറഞ്ഞത്. എപ്പോഴും നമ്മൾ വളരെയധികം സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യേണ്ടത്, എപ്പോഴും നമ്മൾ ദുആ ചെയ്യേണ്ടത് നമ്മുടെ ആഖിബത്ത് നന്നായി തീരാനാണ്. ഗുരുവിനെ ആദരിച്ചവന്റെ ആഖിബത്ത് നന്നാവും, ഗുരുവിനെ നിസ്സാരമാക്കിയവന്റെ ആഖിബത്ത് ചീത്തയാവും. അതുകൊണ്ട് ഹബീബുനാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതാണ്. മുത്തഅല്ലിമീങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കണം, ആലിമീങ്ങൾ ശ്രദ്ധിക്കണം, നാട്ടുകാർ ശ്രദ്ധിക്കണം. ഗുരുനാഥന്മാരെ ഇൻസൾട്ട് ചെയ്യാൻ പാടില്ല, ഗുരുനാഥന്മാരെ അനാദരിക്കാൻ പാടില്ല. അതുകൊണ്ട് ഇൽമിന്റെ അഹ്ലുകാരുമായി ബന്ധപ്പെടാൻ അവസരം കിട്ടുക എന്നുള്ളത് വലിയൊരു നിയമത്താണ്. വലിയ വലിയ നിയമത്തുകൾ കിട്ടുമ്പോൾ നമുക്ക് വലിയ ഖൗഫുള്ളവരായി തീരണം. വലിയ നിയമത്തുകളെ കൊണ്ടാണ് പിശാച് ഭയങ്കരമായിട്ട് ജാമാക്കുക.
വലിയ നിഅമത്ത് വെച്ചിട്ടാണ് ഏറ്റവും നന്നായി ജാമാക്കുക. അതുകൊണ്ട് വലിയ നിഅമത്തുകളെ നന്നായി സൂക്ഷിക്കണം. ഒരുപാട് ആലിമ്യങ്ങളുമായി, ഒരുപാട് ഔലിയാക്കൾ സ്വാലിഹീങ്ങളുമായി ഇടപഴകാനും കൂടിച്ചേരാനും അവരിൽ നിന്ന് ശിഷ്യത്വം സ്വീകരിക്കാനും അവരുടെ ശിഷ്യന്മാരായി മാറാനും ഒക്കെ അവസരം ഉണ്ടായി എന്ന് പറഞ്ഞത് നമ്മൾ വളരെയധികം ഭയത്തോടു കൂടിയും കാണേണ്ടതാണ്. സന്തോഷം ഉണ്ടാവണം, ആ സന്തോഷത്തോടൊപ്പം വലിയ ഭയം ഉണ്ടായിരിക്കണം. കാരണം വലിയ വലിയ നിഅമത്തുകളെ പിശാച് നന്നായിട്ട് ഉപയോഗിക്കും. ഒരിക്കൽ ഗൗസുൽ ആദമിന്റെ അടുത്ത് ശൈത്താൻ വന്നൊരു കഥ ഉണ്ട്. മഹാനായ സുൽത്താൻ മുഹയ്യദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ ഒരു ദിവസം ശൈത്താൻ വന്നു. ശൈത്താൻ വന്നിട്ട് പറഞ്ഞു, മുഹയ്യദ്ദീൻ ഷെയ്ഖ്, നിങ്ങൾ ഭയങ്കര സംഭവം തന്നെ കേട്ടോ, നിങ്ങൾ ഔലിയാക്കളുടെ നേതാവൊക്കെ അല്ലേ, നിങ്ങൾ ഭയങ്കര സംഗതിയാണ് എന്ന് പറഞ്ഞു. ഗൗസുൽ ആദമിന് വേഗം മനസ്സിലായി ഇത് പരിപാടി ശരിയല്ല, വന്ന് പറയണ വർത്താനം ക്ലിയർ അല്ല എന്ന് മനസ്സിലായപ്പോ പോടെ ശൈത്താൻ എവിടുന്ന് പറഞ്ഞാണ്ട് ആട്ടി. ആ മൂപ്പര് വഷളായിട്ട് അവിടെ നിന്നാണ് പോയി. കുറച്ച് കഴിഞ്ഞേക്ക് വേറൊരു വൈക്ക് ഇങ്ങനെ വന്നിട്ട് പറഞ്ഞു, മുഹ്യിദ്ദീൻ ഷെയ്ഖേ, ഞാൻ ഇത് പറഞ്ഞിട്ട് കുറെ ആൾക്കാരെ സ്വീപ്പാക്കലുണ്ട്, നിങ്ങൾ വലിയ സംഭവമാണ് എന്ന് പറഞ്ഞ് സ്വീപ്പാക്കലുണ്ട്, അതിലും പെട്ടിയിലല്ലോ നിങ്ങള് എന്ന് പറഞ്ഞപ്പോ മുഹ്യിദ്ദീൻ ഷെയ്ഖ് പറഞ്ഞു, ഐഡിയ മനസ്സിലായി, പൊയ്ക്കപ്പെടുന്നു കാരണം നിങ്ങൾ സ്വീപ്പായില്ല എന്ന് പറഞ്ഞങ്ങാണ്ട് വരുന്നത് രണ്ടാമത് സ്വീപ്പാക്കലിനാണ്. അതുകൊണ്ട് വലിയ വലിയ നിഅമത്തുകൾ കിട്ടുമ്പോൾ ഒരുപാട് ആലിമീങ്ങളുമായി സഹവസിക്കാൻ അവസരം ഉണ്ടായി. ഒരുപാട് മുത്തഅല്ലിമീങ്ങൾക്ക് വലിയ വലിയ സമൂഹത്തിൽ അറിയപ്പെടുന്ന ആലിമീങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാൻ ഭാഗ്യം ഉണ്ടായി എന്നൊക്കെ പറയുമ്പോ സംഗതി വലിയൊരു ഭാഗ്യം തന്നെയാണ്. പക്ഷെ നല്ലോണം പേടിക്കും കൂടി വേണം, നല്ലോണം ഭയപ്പെടുകയും വേണം. വലിയ വലിയ നിഅമത്ത് വരുമ്പോഴാണ് അതിന്റെ കൂടെ വലിയ വലിയ പരീക്ഷണങ്ങൾ വരിക, വലിയ വലിയ അദബുകേടുകൾ വരിക. ശൈത്താൻ ഏറ്റവും നന്നായി വലവിരിക്കുക ഈമാൻ ഏറ്റവും കൂടുതലുള്ള ആൾക്ക് വേണ്ടിയിട്ടാണ്, ഈമാൻ കുറഞ്ഞവന് വേണ്ടിയിട്ടല്ല. ഇൽമ ഏറ്റവും കൂടുതലുള്ളവർക്ക് വേണ്ടിയിട്ടാണ് പിശാച് ഏറ്റവും നന്നായി വലവിരിക്കുക എന്ന് നമ്മൾ ഓർക്കണം. അതുകൊണ്ട് ശൈത്താനെ നമ്മൾ നന്നായിട്ട് ഭയപ്പെടണം, ഇലാഹിയായ മാർഗത്തിലേക്ക് പോവണം. ഈ കൂടലും ഈ പറയലും ആലിമീങ്ങളുമായുള്ള ഈ സഹവാസവും ഒക്കെ അതിന് നമുക്ക് പ്രചോദനമാകണം. സജ്ജനങ്ങളെ കുറിച്ച് നമ്മൾ പറയുന്നതും അവരെ ഓർക്കുന്നതും അവരോട് സഹവസിക്കുന്നതും ഒക്കെ അവരോട് പിൻപറ്റുന്നതിന് വേണ്ടിയാണ് എന്ന് ഓർക്കണം. അവരുടെ ജീവിതം കണ്ട് അതിന്റെ പ്രായോഗിക തലങ്ങളെ മനസ്സിലാക്കി അത് നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് സാധ്യമാകുമ്പോഴാണ് ജീവിതത്തിന്റെ വിജയം എന്ന് പറയുന്നത്. മുത്തബിയുസുന്നയായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു എങ്ങനെയൊക്കെ പിൻപറ്റിയിരുന്നു എന്ന് അറിയണമെങ്കിൽ ഒരു ചെറിയ ചരിത്രം കിട്ടിയാൽ മനസ്സിലാവും. ഒരിക്കലും അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന് ഒരു ബിത്തീഖ് കിട്ടി. ബിത്തീഖിന് നമ്മളെ ബത്തക്ക നർത്തം വെക്കുക, ഒരു ബത്തക്ക കിട്ടി. കുറെ സമയം ആ ബത്തക്ക ഇങ്ങനെ കൈ പിടിച്ചിട്ട് തിരിച്ചും മറിച്ചൊക്കെ ഇങ്ങനെ നോക്കിയിട്ട് അവസാനം അത് വലതുവശത്തുള്ള ആൾക്ക് കൊടുത്തു. അപ്പൊ ആളുകൾ ചോദിച്ചു, അല്ലയോ അബ്ദുല്ലാഹി ഇബ്നു ഉമർ, നിങ്ങൾ എന്താ ബത്തക്ക തിന്നലില്ലേ എന്ന് ചോദിച്ചു. അതിൽ പറഞ്ഞു, ബത്തക്ക തിന്നാത്തത് കൊണ്ടല്ല, അള്ളാഹുവിന്റെ റസൂല് ബത്തക്ക എങ്ങനെയാണ് മുറിച്ചത് എന്ന് എനിക്ക് ഓർമ്മ വരാത്തത് കൊണ്ടാണ് എന്ന് പറഞ്ഞു സയ്യിദുനാ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു. ഈ ബത്തക്ക മുറിക്കണോടത്തൊക്കെ പത്രയൊക്കെ നോക്കണ്ടുണ്ടോ എന്ന് നമുക്ക് തോന്നും. മഹത്തുക്കളെ അനുകരിക്കുക എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. അതിന്റെ ഹിക്മത്തുകൾ പരിശോധിക്കാതെ പിന്തുടരുന്നതിനാണ് ഇത്തിബാ എന്ന് പറയാം. മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അങ്ങനെയാണ് അനുകരിക്കേണ്ടത്, എന്തിനാണെന്ന് ചോദ്യം ചെയ്യാതെ അനുകരിക്കണം. അങ്ങനെ നമ്മൾ സ്വാലിഹീങ്ങളെയും സുദ്ദീഖീങ്ങളെയും സ്വഹാബത്തിനെയും ഒക്കെ അനുകരിച്ചു പോരണം. ഈ അനുകരണത്തിൽ വലിയൊരു നിഅമത്തുണ്ട്, വലിയൊരു അനുഗ്രഹമുണ്ട്, ജീവിതത്തിന്റെ വലിയൊരു സലാമത്തുണ്ട് എന്ന കാര്യത്തെ നമ്മൾ ആലോചിക്കണം. നമ്മുടെ മുൻഗാമികളായ ആളുകളൊക്കെ പരിശോധിച്ചു നോക്കിയാല് അവർ വലിയ അനുകരണത്തിന്റെ ആളുകളായിരുന്നു എന്ന് കാണാം. എല്ലാവരും ഗുരുവര്യന്മാരെ അങ്ങനെ അനുകരിച്ചു പോന്നിരുന്നു. ബഹുമാനപ്പെട്ട നിസാമുദ്ദീൻ ഔലിയ റളിയല്ലാഹു അൻഹു തന്റെ ശിഷ്യന്മാരോട് എപ്പോഴും അനുകരണത്തെ കുറിച്ച് ഉപദേശിക്കാറുണ്ടായിരുന്നു എന്ന് കാണാം. ഞാൻ ചെയ്യുന്നത് പോലെ ചെയ്യണം, ഞാൻ പറയുന്നത് പോലെ പറയണം, എന്നെ നിങ്ങൾ അനുകരിക്കണം എന്നെല്ലാ സമയത്തും പറയാറുണ്ടായിരുന്നു. ഗൗസുൽ ആദം സുൽത്താൻ മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവറുകൾ തന്റെ ശിഷ്യന്മാരോട് അനുകരണത്തെ കുറിച്ച് ഉപദേശിക്കാറുണ്ടായിരുന്നു. അതുകൊണ്ട് ആലിമീങ്ങളെ പിൻപറ്റുക, സയ്യിദന്മാരെ പിൻപറ്റുക. വലിയ മഹത്വമേറിയ ഒരു സദസ്സാണ് ഇവിടെ സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. വളരെയധികം സന്തോഷമുണ്ട് ഇതിൽ ഇങ്ങനെ ഒരു സംസാരത്തിന് വേണ്ടി നിങ്ങൾ എന്നെ ക്ഷണിച്ചതിൽ. വളരെ സന്തോഷത്തോടു കൂടിയാണ് ഇവിടെ നിൽക്കുന്നത്. ആലിമീങ്ങളെ മഹത്വപ്പെടുത്തുന്നതിലും അവരെ കുറിച്ച് പറയുന്നതിലും എല്ലാം വലിയ ഖൈറുണ്ട് എന്ന് നമ്മൾ എല്ലാവരും മനസ്സിലാക്കുന്നു. അത് ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട
വഴികൾ നന്മയുടെ വഴികളായി നമ്മൾ തിരിച്ചറിയുകയാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഇത് സംഘടിപ്പിക്കുന്നതിന് വേണ്ടി പരിശ്രമിച്ചിട്ടുള്ള എല്ലാവർക്കും വലിയ കൂലി നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യുന്നു. ഞാൻ എന്റെ ഭാഷണം അവസാനിപ്പിക്കുകയാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഇത് സംഘടിപ്പിച്ച ഒരുപാട് ആളുകൾ, നാട്ടിലും വിദേശത്തുമുള്ള ഒരുപാട് ആളുകൾ, അവരുടെ ഒരുപാട് അധ്വാനത്തിന്റെ ഫലമാണ് ഈ സംഗമം എന്ന് പറയുന്നത്. അല്ലാഹു തആല ഖബൂൽ ചെയ്യട്ടെ. ഒരുപാട് പൈസയും ഇതിനു വേണ്ടി ചെലവാക്കിയിട്ടുണ്ട്. ഭക്ഷണമുണ്ട്, ചീരിനി വിതരണം ചെയ്യുന്നുണ്ട്. ബഹുമാനപ്പെട്ട സയ്യിദന്മാര്, 2 പ്രധാനപ്പെട്ട സയ്യിദന്മാരുടെ സാന്നിധ്യം കൊണ്ട് ഈ സദസ്സ് അനുഗ്രഹീതമായിട്ടുണ്ട്. എല്ലാവർക്കും അതിന്റെ എല്ലാ ബറക്കത്തുകളെയും അല്ലാഹു നൽകട്ടെ. اللهم اجعل جمعنا هذا جمعا مرحوما وتفرقنا من بعده تفرقا معصوما ولا تجعل منا ولا فينا ولا معنا شقيا ولا مطردا ولا محروما. اللهم ألف بين قلوبنا وأصلح ذات بيننا واهدنا سبل السلام ونجنا من الظلمات إلى النور. اللهم نوّر بالعلم قلوبنا واستعمل بطاعتك أبداننا وخلص من الفتن أسرارنا واشغل بالاعتبار أفكارنا. اللهم وقنا شر وساوس الشيطان. اللهم أجرنا منه يا رحمن. اللهم وفقنا لما تحب وترضاه يا رب العالمين. آمين برحمتك يا أرحم الراحمين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين والحمد لله رب العالمين. എല്ലാവരും ദുആ ചെയ്യണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.